സമീർ ബിൻകരി മലപ്പുറത്ത് നിന്ന് ചേരുന്നു. മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ പറയാൻ. സമീർ, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? സമാധാനമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ടല്ലോ. എസ്കെന് വളരെ സമാധാനപരമായി മലപ്പുറം ജില്ലയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമാന്യം ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെ മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ 7.71% വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2,79,184 വോട്ടുകളാണ് ഇതുവരെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആകെ 36,18,851 വോട്ടാണ് ആകെ ജില്ലയിലുള്ളത് എന്നുള്ളതാണ്. അതിൽ 1,46,596 പുരുഷന്മാരും വോട്ട് രേഖപ്പെടുത്തി. 1,32,588 സ്ത്രീകളും നിലവിൽ വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ 7.71% മലപ്പുറം ജില്ലയിലെ പോളിംഗ് എത്തിയിരിക്കുകയാണ്. നിലവിൽ നമ്മൾ ഈ പ്രദേശങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നിലമ്പൂർ, ഒപ്പം തന്നെ ഈ പരപ്പനങ്ങാടി, പൊന്നാനി മേഖലയിലാണ് താരതമ്യേന മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറവ് ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പരപ്പനങ്ങാടിയും പൊന്നാനിയും ഒക്കെ ഒരു തീരദേശ മേഖലയാണ്. നിലമ്പൂർ ഒരു മലയോര മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉച്ചയോട് കൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോട് കൂടിയോ ആയിരിക്കും ഈ മേഖലയിൽ കൂടുതലായിട്ടും ആളുകൾ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരസഭാ പരിധിയിലെ 36-ാം ഡിവിഷൻ പട്ടർക്കടവ് AMLP സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ബൂത്തിലാണ്. ഇവിടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ക്യൂ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകൾ നമുക്ക് ഈ ക്യൂവിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. മലപ്പുറം ജില്ലയിലെ VIP ആളുകളൊക്കെ തന്നെ നിലവിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് മുനവ്വറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ML അല്പസമയത്തിനകം തന്നെ മലപ്പുറം MSP സ്കൂളിലും എത്തി വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ വളരെ സുഗമമായി, വളരെ സമാധാന അന്തരീക്ഷത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. താങ്ക് യു. ഇനി അരുൺ പാറക്കൽ കൂടി ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, അവിടെ എന്താണ് സ്ഥിതി? കാസർഗോഡ് ഇപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. 7.69 കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് ശതമാനം. പക്ഷേ കാസർഗോഡ് ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 10ഓളം ഇടങ്ങളിലെ വോട്ടിംഗ് യന്ത്രമാണ് തകരാറിലായിരിക്കുന്നത്. കുറ്റിക്കോൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ വെള്ളരിക്കുണ്ട്, കാറെടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, കാസർഗോഡ് കുമ്പടാജയ ജില്ലാ പഞ്ചായത്ത് LDFന്റെ സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപം നാടൻ ബോംബ് കണ്ടെടുത്തു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുതുതായി വരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നലെ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ബൂത്തുകളിൽ കാറടുക്ക പഞ്ചായത്താണ്. കാറടുക്ക പഞ്ചായത്തിലെ 2 ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തി എന്നൊരു വിവരം വന്നിരുന്നു. ഇപ്പോൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർ പരാതി നൽകിയതിനെ തുടർന്ന് ആ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം ഇപ്പോൾ ഉയരുന്നുണ്ട്. 7.69 പോളിംഗ് ശതമാനം. വനിതകളും അതുപോലെ തന്നെ വയോധികരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ കല്ലഞ്ചിറ വാർഡിലാണ്, 40-ാം നമ്പർ വാർഡിലാണ്. ഇവിടെയും പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരുൺ പാറക്കലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം സ്പീക്കർ AN ഷംസീർ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലശ്ശേരി നഗരസഭ 34-ാം വാർഡിലാണ് സ്പീക്കർ വോട്ട് ചെയ്യുക. പുന്നോൽ LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരുന്നത് എന്ന് ദീപക് തർമ്മടം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മാത്രമല്ല, വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലും വോട്ടെടുപ്പ് വളരെ സമാധാനപരമായി പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ചില പ്രശ്നബാധ ബൂത്തുകളൊക്കെ തന്നെ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് ഉത്സവം നന്നായി നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.